ഹായ് മക്കളെ, നമസ്കാരം. നമുക്കിത് 10 മിനിറ്റ് കൊണ്ട് കൊച്ചു ചക്രച്ചിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഒന്ന് പഠിച്ചാലോ? അല്ലേ? 10 മിനിറ്റ് കൊണ്ട് അത് പെട്ടെന്ന് നമുക്ക് പഠിക്കാം. പ്രധാനപ്പെട്ട 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് നമുക്ക് പെട്ടെന്ന് നോക്കി പോവാം. അപ്പം കൊച്ചു ചക്രച്ചി AP ഉദയഭാനുവിൻ്റെ അല്ലേ പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള അഭേദ്യ ബന്ധം അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയും മനുഷ്യനുമായിട്ട് ഒരിക്കലും വിട്ടു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലത്തെ ഒരു ബന്ധം ചിത്രീകരിക്കുന്ന ഒരു നർമ്മോപന്യാസമാണ് കൊച്ചു ചക്രച്ചി. പ്രകൃതിയിലെ ജീവജാലങ്ങളോടൊപ്പം മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹജമായ സൗഹാർദ്ദത്തോടു കൂടി പുലർന്നിരുന്ന ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ സുന്ദര ദൃശ്യ അനുഭവമാണ് ഏത് മക്കളെ? കൊച്ചു ചക്രച്ചി എന്ന് പറയുന്ന ആ ഒരു പാഠം അല്ലേ. ഹൃദ്യമായ രചനാശൈലി കൊണ്ട് വായനക്കാരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു സാഹിത്യകാരനാണ് ആര്? AP ഉദയഭാനു. ഏറ്റവും നമുക്ക് അടുത്ത അല്ലെങ്കിൽ ചിരപരിചിതമായ ഒരു വിഷയം കണ്ടെത്തി അതിനെ ഒരു വിരസതയും ഇല്ലാത്ത രീതിയിലൊരു ഉപന്യാസം അല്ലെ എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ കൊച്ചു ചക്രച്ചി എന്ന് പറയുന്ന ഈ ഒരു ഉപന്യാസം മലയാളിയുടെ ജീവിതത്തിൽ എന്താണ്? ഒഴിച്ചുകൂടാൻ കഴിയാത്ത മാവ് എന്ന് പറയുന്ന ഒരു വൃക്ഷത്തെ കുറിച്ചാണ് അല്ലെ. അതേപോലെ തന്നെ കാവ്യാത്മകമായിട്ടുള്ളൊരു ഭാഷയാണ് അതിലുള്ളത്. ലാളിത്യവും അതുപോലെ തന്നെ അനുഭവ സമ്പത്തും ഒക്കെ ഈ ഉപന്യാസത്തിന്റെ മികവുകളാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ് അല്ലെ. ഈ ഗഹനമായ ഒരു വിഷയമാണ് മനുഷ്യനും പ്രകൃതിയും. അതിനൊരു സിമ്പലാണ് ആര്? കൊച്ചു ചക്രച്ചി എന്ന് പറയുന്ന ആ ഒരു മാവ്. അപ്പൊ അതുമായിട്ടുള്ള ലേഖകന്റെ ആ ഒരു ഹൃദയബന്ധം അത് വളരെ ആത്മാർത്ഥമായിട്ട് ആവിഷ്കരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതേപോലെ തന്നെ വായനക്കാരിലേക്ക് ഫലപ്രദമായിട്ട് അത് എത്തിക്കുവാൻ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എത്തിക്കുവാനും ആർക്ക് സാധിച്ചിട്ടുണ്ട്? ലേഖകന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കുന്നുണ്ട് അല്ലേ മക്കളെ. അപ്പൊ ഇന്നത്തെ തലമുറയെ പഴയകാല നന്മകൾ എന്ത് ചെയ്യാൻ ഓർമ്മപ്പെടുത്താനും പോലും ഉതകുന്നതാണ് ഏത്? ഈ ഒരു ഉപന്യാസം. ഇന്നത്തെ തലമുറയെ പഴയകാല നന്മകൾ, നാട്ടു നന്മകൾ ഓർമ്മപ്പെടുത്താൻ ഉതകുന്ന ഒന്നാണ് മക്കളെ ഈ ഒരു പാഠം. അപ്പൊ ഈ പാഠത്തിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏകദേശം വരുന്നത് നോക്കാം നമുക്ക് അല്ലെ. നോക്കാം. കൊച്ചു ചക്രച്ചി എന്ന പാഠഭാഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ് മക്കളെ പെടുന്നത്? ലളിത ഉപന്യാസം. അതേപോലെ തന്നെ ഘനസുഗന്ധി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ശ്രേഷ്ഠമായ സുഗന്ധം. അതേപോലെ മാതൃക പോലെ എഴുതുക. ഔഷധ മൂല്യം, ഔഷധത്തിന്റെ മൂല്യം. ഇലപ്പടർപ്പ്, അതെങ്ങനെ എഴുതും മക്കളെ? ഇലകളുടെ പടർപ്പ്. ഇനി ഇതൊക്കെ 1 മാർക്കിന്റെ ചോദ്യം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി 2 മാർക്കിന്റെ ചോദ്യത്തിന് വരുന്ന ഏകദേശം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം അല്ലെ. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യങ്ങളാക്കുക. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷം ആയത് മാവ് തന്നെയാണ്. അത് എങ്ങനെ നമുക്ക് 2 ആക്കാം? വൃക്ഷങ്ങൾ പലതുണ്ട്, വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എഴുതാം. ഇനിയോ, ഇന്ന് മാങ്ങമരം കാണാത്ത കുട്ടികൾ കേരളത്തിൽ ഉണ്ടാവില്ല. എങ്കിലും ഈ പറഞ്ഞ പഴയ അപരിഷ്കൃത രീതികൾ അവർ അറിയാനിടയില്ല. ഇന്നത്തെ തലമുറയ്ക്ക് അപരിഷ്കൃത രീതികളായി തോന്നുന്നത് എന്തെല്ലാം? ഇന്നത്തെ തലമുറയ്ക്ക് എന്താണ്? അയ്യേ, ഇതൊക്കെ പഴഞ്ചൻ അല്ലെ, പഴയ ഏർപ്പാട് എന്ന് തോന്നുന്നത് എന്താണ്? നോക്കാം നമുക്ക്. പ്രകൃതിയുമായി അകലുന്ന കുട്ടികളെ സൂചിപ്പിക്കാനാണ് മാവ് എന്ന് പറയാതെ മാങ്ങമരം എന്ന് പറയുന്നത് ഇവിടെ അല്ലെ. മാങ്ങമരം എന്ന് പറയുന്നതിലൂടെ ഒരു എന്താ പറയാ, പേരമരം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കളിയാക്കലാണ്. മാങ്ങമരം, ചക്കമരം, മാവ്, പ്ലാവ് എന്ന് പോലും ഇന്ന് കുട്ടികൾ എന്താവുന്നില്ല, പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അത്. പിന്നെ മാങ്ങ വീഴ്ത്താൻ അന്നത്തെ കുട്ടികൾ കണ്ടെത്തിയ രസകരമായ കളികൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ അപരിഷ്കൃതമായി തോന്നാം. ഇന്നത്തെ തലമുറ ഇങ്ങനെയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് മാങ്ങ വേണ്ട അല്ലെ. ഇത് വേണമെങ്കിൽ അവരെന്താക്കുന്നു? ഫ്രൂട്ടി ആയിട്ടോ മായായിട്ടോ ഒക്കെ അവർ കഴിച്ചോളും. ആർക്കും മാങ്ങ പൊട്ടിച്ച് തിന്നാനോ അല്ലെങ്കിൽ ഉപ്പ് കൂട്ടിയിട്ടോ മുളക് കൂട്ടിയിട്ട് തിന്നാനൊന്നും സമയമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പഴയ കാലഘട്ടത്തിലെ കുട്ടികളുടെ കളികളെ എന്ത് ചെയ്യുന്നു? ഇന്നത്തെ തലമുറയ്ക്ക് അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടായിട്ട് തോന്നും. 2 മാർക്കിന്റെ ചോദ്യങ്ങളാണേ മക്കളെ. ഇനി ഇതിന്റെ എന്താണ്, നമുക്ക് ഈ ഒരു നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്ന് പറയുന്ന 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠാണ് ഇത് കൊച്ചു ചക്രച്ചിയിലെ മക്കളെ. അപ്പൊ അതിലുള്ള ഒരു 4 വരികൾ കൊടുത്തിട്ടുണ്ട്. ഏതാത്? നാടായാലും കാടായാലും കുഴിയായാലും കുന്നായാലും നല്ലവർ പാർക്കുന്നെങ്കിൽ നീയും നന്നേ വാഴുക നിലമേ എന്ന് കൊടുത്തിട്ട് 4 വരി ഉണ്ട് അതിൽ അല്ലെ.
അപ്പോൾ അത് ഏതിൽ നിന്ന് എടുത്തതാണെന്ന് അറിയോ മക്കളെ? പുറനാനൂറ്, ഔവ്വയാറിന്റെ പുറനാനൂറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ എന്താണ് ഈ വരികളിൽ തെളിയുന്ന ജീവിത ദർശനം? 2 മാർക്കിനായിരിക്കും അത് ചോദിക്കുക. എന്താണത്? ഭൂപ്രകൃതി ഏതായാലും ആളുകൾ നല്ലവരായിരിക്കണം. നല്ല ആളുകൾ താമസിച്ചാൽ ഏതു നാടും എന്തായി മാറും? നന്മയുള്ളതായി മാറും. അടുത്തത് 3 സ്കോർ അല്ലെ, 3 മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഏതൊക്കെ വരാമെന്ന് നോക്കാം. പഴങ്ങളുടെ രാജാവായ മാമ്പഴം കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ്? പഴുത്ത മാങ്ങ അമൃതരസത്തിന് തുല്യമാണ്. അമൃത് പോലെയാണ് പഴുത്ത മാങ്ങ അല്ലെ. ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങയില്ലേ? ഏറ്റവും ടേസ്റ്റുള്ള പഴം ഏതാണ്? മാങ്ങയാണ്. പിന്നെ മാങ്ങ കറി, പിന്നെ മാങ്ങ പല രൂപങ്ങളിൽ സൂക്ഷിക്കുന്നു അല്ലെ. അച്ചാറിടുന്നു, ഉണക്കി വെക്കുന്നു, പിന്നെ പാനീയമാക്കി മാറ്റുന്നു. ഇത്തരം രീതിയിലൊക്കെ മാങ്ങ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇനി അപരിഷ്കൃത മട്ടുകൾ എന്തെന്ന് വ്യക്തമാക്കുക. 3 മാർക്കിന്റെ ചോദ്യമാണേ മക്കളെ. എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണ് അപരിഷ്കൃത മട്ടുകൾ എന്ന് പറയുന്നത്? അപ്പം AP ഉദയഭാനുവിന്റെ ലേഖനത്തിലെ അല്ലെ കുട്ടികൾ മാങ്ങയ്ക്ക് വേണ്ടി ചെയ്യുന്ന ചില പ്രവൃത്തികളെയാണ് എന്ത് പറയുന്നത്? അപരിഷ്കൃത മട്ടുകൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അപരിഷ്കൃത മട്ടുകൾ എന്ന് പറയുന്നത്? ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ സങ്കല്പിക്കുവാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു ആ കാലഘട്ടത്തിൽ കുട്ടികൾ എന്ത് ചെയ്തിരുന്നത്? മാങ്ങ പറിച്ചിരുന്നത്. അപ്പോൾ അത് ആമുഖം കൊടുത്തുകൊണ്ട് അണ്ണാൻ പിറന്നാൾ എന്ന് പറയുന്ന മഹായജ്ഞം അല്ലെ, കുട്ടികൾ എന്ത് ചെയ്തിരുന്നു? കുട്ടികൾ അത് ഹോമം പോലെയാക്കി വിറക് ഒന്നായിട്ട് കൂട്ടിയിട്ട് തീ കത്തിച്ച് എന്ത് ചെയ്യുന്നു? ആ പുക മുഴുവനും മാവിന്റെ മുകളിലേക്ക് പരത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ പൊഴിയുന്ന ഒരു മാങ്ങയുടെ ഞെട്ടിനുള്ളി ഉണ്ണിയിടുന്നു. അപ്പോൾ അടുത്ത മാങ്ങ വീഴുന്നു അല്ലെ. അണ്ണാറക്കണ്ണനെയും അതുപോലെ തന്നെ പൂവാലൻ അണ്ണാനെയും കാറ്റിനെയും കാക്കക്കഴുവേറിയെയും ഒക്കെ കുഞ്ഞുങ്ങൾ വിളിക്കുന്നു അല്ലെ. ഇതേ രീതിയിലായിരുന്നു പണ്ട് കാലത്ത് കുട്ടികൾ എന്ത് ചെയ്തിരുന്നത്? മാങ്ങ സമ്പാദിച്ചിരുന്നത്. ഇതിനെയാണ് എന്താ മക്കളെ പറയുന്നത്? അപരിഷ്കൃത മട്ടുകൾ എന്ന് പറയുന്നത്. ഇനി നോക്കൂ അടുത്തത്. അങ്ങനെ വന്നു ചേർന്ന ഏകാന്തത വൃക്ഷലതാദികളോടുള്ള കൂട്ടുകെട്ടിന് കൂടുതൽ പ്രേരകമായി. ലേഖകൻ ഇപ്രകാരം പറയാനുള്ള കാരണം എന്ത്? എന്തുകൊണ്ടാണ് ഏകാന്തത വന്നത്? അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ അതിൽ കൊടുക്കുക അല്ലെ. 3 മാർക്കിന് ചോദ്യമാണ് കേട്ടോ. അതിൽ ഒരു വരിയിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ മതി. എന്താണത്? തറവാട്ട് വീട്ടിലെ താമസമാണ് വൃക്ഷലതാദികളെ സ്നേഹിക്കാൻ ലേഖകന് കാരണമായിട്ടുള്ളത് അല്ലെ. തറവാട്ട് വീട്ടിലേക്ക് അദ്ദേഹം വന്ന് താമസിച്ചപ്പോഴാണ് അദ്ദേഹം ഈ വൃക്ഷങ്ങളുമായിട്ട് അടുത്തത്. കാരണം ഏകാന്തതയാണ് വൃക്ഷങ്ങളുമായിട്ട് അടുപ്പിച്ചത്. മക്കളെ, എഴുത്തുകാരനും അമ്മയും മാത്രമേ ഉള്ളൂ ആ കുടുംബത്തിൽ. പിന്നെ എന്തെഴുതാം? കുടുംബത്തിൽ മറ്റാരും തന്നെ താമസക്കാരായിട്ട് ഉണ്ടായിരുന്നില്ല. അതിനാൽ വൃക്ഷലതാദികളെ പരിപാലിക്കാൻ ആര് സമയം കണ്ടെത്തി? പരിപാലിക്കാൻ മാത്രമല്ല മക്കളെ, നിരീക്ഷിക്കാനും സമയം കണ്ടെത്തി. പിന്നെ അടുത്തൊരു ചോദ്യം നോക്കിക്കേ, 3 മാർക്കിന്റെ. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിലെ കഥ അവൾ പറയുമായിരുന്നു. മാവിനെ മാനുഷിക ഭാവം കൽപ്പിക്കുന്ന ഈ രീതി ഈ ഉപന്യാസത്തിന് എത്രമാത്രം യോജിക്കുന്നുണ്ട് നോക്കാം അല്ലെ. മാവിനെ കുടുംബാംഗമായിട്ട് തന്നെയാണ് അവിടെ പരിഗണിക്കുന്നത്. അതുകൊണ്ടല്ലേ പാട്ടത്തിലെ അപ്പൂപ്പനെ അവളെ വെട്ടാതിരുന്നത്? കൊച്ചു ചക്കരച്ചി എന്നവൾക്ക് പേര് കൊടുക്കാൻ തന്നെ കാരണം എന്താണ്? നമ്മൾ വീട്ടിൽ ആർക്കൊക്കെയാണ് ഓമന പേരിടുന്നത് അല്ലെ? നമ്മൾ പശുവിനും അതിനൊക്കെ ഇടും, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടും. അതേപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു? ഇതുപോലെ മാവുകൾക്കും പ്ലാവുകൾക്കൊക്കെ പേരിട്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ മാവും കുടുംബവും തമ്മിലുള്ള എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആത്മബന്ധം മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല മാവിൽ മനുഷ്യത്വം ആരോപിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ അതിന് പേരിടുന്നത്. മാവിനെ മനുഷ്യനായിട്ട് കാണുന്നുണ്ട്. ഇനി കവികളായവരെല്ലാം നാട്ടിൻ പുറത്തെ ഏതെങ്കിലും പുതിയ സമാജത്തിൽ അംഗങ്ങളായിരിക്കണം. ലേഖകൻ ഇപ്രകാരം പറയാൻ കാരണമെന്ത് നോക്കാം നമുക്ക്. എന്തുകൊണ്ടാണ് കവികളായവരൊക്കെ ഏതെങ്കിലും ഒരു നമ്മുടെ കൊതിയ സമാജത്തിൽ അംഗങ്ങളായിരിക്കും? കൊതിയ സമാജം, കൊതിയന്മാരുടെ കൂട്ടം. എന്തിന്റെ കൊതി? മാങ്ങയുടെ കൊതി അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. മാവ് മലയാളത്തിന്റെ പ്രിയ വൃക്ഷമാണ്. പഴയ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു? പഴയ അപരിഷ്കൃത മട്ടുകളിലൂടെ കുട്ടികൾ അവര് മാങ്ങ സമ്പാദിച്ചിരുന്നു. പിന്നെ ബാല്യകാലത്ത് എന്ത് ചെയ്തിരുന്നു? കുട്ടികൾ ഏറ്റവും കൂടുതൽ കളിച്ചിരുന്നത് എവിടെ വരുന്നായിരുന്നു? മാവിന്റെ ചുവട്ടിലായിരുന്നു അല്ലെ. അപ്പോൾ മലയാള കവിതയിൽ എന്തുണ്ട്? മാവിന് അത്രയേറെ. അപ്പം മലയാള കവിതയിൽ മറ്റ് വൃക്ഷങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് മാവായിരുന്നു. അതുകൊണ്ടാണ് വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത അല്ലെ. നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കേരളക്കരയെ മുഴുവനും എന്താക്കുന്നു കരയിച്ച ഒരു കവിതയാണ് മാമ്പഴം. അതേപോലെ തന്നെ വളരെ പ്രസിദ്ധമായൊരു ചെറുകഥയാണ് നമ്മുടെ ബഷീറിന്റെ തേന്മാവ്. അതേപോലെ പ്രസിദ്ധമായ മറ്റൊരു കവിതയുണ്ട് രാമചന്ദ്രന്റെ മാമ്പഴക്കാലം അല്ലെ. അപ്പോൾ ഇതുപോലെയുള്ള ഓരോരോ കവിതകളും എന്ത് ചെയ്യുന്നു? മാവിന് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല കാളിദാസന്റെ കൃതികളിൽ പോലും മാവിന് പ്രത്യേക പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതേപോലെ എന്തുകൊണ്ടായിരിക്കാം ഇത്രയേറെ അവർ മാവിനെ ഇഷ്ടപ്പെട്ടത്? ഒരു കാലത്ത് ചെറുപ്പത്തിൽ അവർ എന്തായിരിക്കും ഇതുപോലെ പുതിയ സമാജത്തിൽ അംഗങ്ങളായിരിക്കാം. ഇനി 4 സ്കോർ വരുന്ന ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാമെന്ന് നോക്കാം മക്കളെ. കൊച്ചു ചക്കരച്ചി വെറും ഒരു മാവിന്റെ കഥയല്ല, കൈവിട്ടു പോകുന്ന നന്മകളെ ഓർമ്മപ്പെടുത്തലാണ്. കുറിപ്പ് തയ്യാറാക്കുക മക്കളെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. നമുക്ക് പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റും. നോക്കാലോ, അത് കൊച്ചു ചക്കരച്ചി വെറും ഒരു മാവിന്റെ കഥയല്ല, കൈവിട്ടു പോകുന്ന നന്മകളെ ഓർമ്മപ്പെടുത്തലാണ് അല്ലെ. നോക്കാം, ഉത്തര സൂചന ആദ്യം ആമുഖം കൊടുക്കുക. ആരുടെ ഉപന്യാസമാണ് എന്ന് എഴുതിയതിനു ശേഷം നമ്മുടെ എന്ത് ചെയ്യണം, ഈ ഒരു ഉപന്യാസത്തെ കുറിച്ച് നമ്മൾ എഴുതുന്ന സമയത്ത് AP ഉദയഭാനുവിന്റെ കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്ന ആത്മാംശമുള്ള ഒരു ഉപന്യാസം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യണം, മാവിന്റെ നന്മകൾ എന്തൊക്കെയാണെന്ന് എഴുതാം. പിന്നെ നമ്മൾ മാങ്ങ എങ്ങനെയൊക്കെ രീതിയിൽ ഉപയോഗിച്ചിരുന്നു എന്ന് എഴുതിയതിനു ശേഷം പഴയ കുട്ടികൾക്ക്, ഇന്നത്തെ കുട്ടികൾക്ക് അപരിഷ്കൃതമായിട്ട് തോന്നുന്ന പഴയ കുട്ടികൾ ഏതൊക്കെ രീതിയിലായിരുന്നോ മാങ്ങ പറിച്ചിരുന്നത് അത് എഴുതാം അല്ലെ. അതിനുശേഷം എന്താണ്, മാവിനോടുള്ള അകമഴിഞ്ഞ സ്നേഹം എങ്ങനെയാണ് ലേഖകൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ വേണം എന്ത് ചെയ്യേണ്ടത്, കൈവിട്ടു പോകുന്ന നന്മകൾ അല്ലെ. ഒരിക്കൽ പോലും അവളെ വെട്ടിയില്ല, എത്രയോ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും അവളിൽ നിന്നും മാങ്ങ കിട്ടി, അവളെ ഒരിക്കലും വെട്ടിയില്ല. എത്രയോ തലമുറകൾ അവളുടെ കാൽച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് എന്തു പറഞ്ഞു, ആ ഒരു കഥകൾ അല്ലെ. അവൾക്ക് നാവുണ്ടായിരുന്നെങ്കിൽ ആ മുത്തശ്ശി ഒരുപാട് കഥകൾ പറയുമായിരുന്നു. ഒടുവിൽ അമ്മ എപ്പോഴും അവളോടൊപ്പമായിരുന്നു അല്ലെ. താൻ എന്താവട്ടെ, കൊച്ചു ചക്കരച്ചി വീഴുകയാണെങ്കിൽ താനും അതോടൊപ്പം മരിച്ചു പോവട്ടെ എന്നാണ് അമ്മ വിചാരിച്ചത്. കാരണം അമ്മയുടെ വിശ്വാസം അങ്ങനെയായിരുന്നു, ഒരിക്കലും തന്റെ ഈ മാവ് തന്നെ ചതിക്കില്ല. മനസ്സിലായോ? അതാണ് അത് എഴുതേണ്ടത്. രണ്ടാമത് നോക്കൂ, അടുത്ത ചോദ്യം. ആ കഥ അവൾക്കൊരു പ്രത്യേക അരുമത്വം കൂടെ നേടിക്കൊടുത്തു. കൊച്ചു ചക്കരച്ചിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ വിവരിക്കുക. ഏത് കഥയാണ് അവൾക്കൊരു പ്രത്യേക അരുമത്വം നേടിക്കൊടുത്തത്? അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. അവൾ എങ്ങനെയാണ് നിന്നിരുന്നത്? കൊച്ചു ചക്കരച്ചി തെക്കു പടിഞ്ഞാറ് മാറി ഒരു സ്ഥലത്തായിരുന്നു അവൾ നിന്നിരുന്നത്. പിന്നെ പാട്ടത്തിലെ അപ്പൂപ്പൻ 60 കൊല്ലം മുൻപെങ്കിലും ആ ചക്കരച്ചിയെ വെട്ടാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നു അല്ലെ. കാരണം എന്തുകൊണ്ടാണ്, പടിഞ്ഞാറ് നിന്ന് വരുന്നവർക്ക് ആ മനോഹരമായ 4 കെട്ടിന്റെ ഭംഗി പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ സാധിച്ചിരുന്നില്ല മക്കളെ. അതുകൊണ്ടാണ് അത് വെട്ടാൻ ഒരുങ്ങിയത്. പക്ഷെ വേണ്ടപ്പെട്ടവർ ആരൊക്കെയോ എന്ത് പറഞ്ഞു, ഒരിക്കലും അവളെ വെട്ടരുത് അല്ലെ, അവൾ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് പറയുകയും അങ്ങനെ അവളെ വെട്ടാതാവുകയും ചെയ്തു. അതാണ് അവൾക്കൊരു പ്രത്യേക അരുമത്വം നേടിക്കൊടുത്തത്. പിന്നീട് അവൾ എന്ത് ചെയ്യുന്നു, വീഴുന്നത് വരെ അവൾ കൊച്ചു ചക്കരച്ചിയായിട്ട് തന്നെ ആ വൃദ്ധ മുത്തശ്ശി തുടർന്നു. ഇനി 14ാമത്തെ ചോദ്യം നോക്കാം. അതും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണേ മക്കളെ. സ്വയം ചത്തും മാവിനെ സംരക്ഷിക്കുന്ന നീറുകൾ എന്ന ചാവേർപ്പട അല്ലെ. എന്താ ഈ ചാവേറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വയം ചത്തും എന്ത് ചെയ്യുന്നു, തങ്ങളുടെ ഭൂമി സംരക്ഷിക്കുന്നവരെയാണ് ചാവേറുകൾ എന്ന് പറയുന്നത്. സാമൂതിരിയുടെ കാലത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ചാവേറുകളുടെ ആരംഭം. മറ്റു രാജാക്കന്മാരുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് സാമൂതിരി തീറ്റിപ്പോറ്റിയിരുന്ന ഒരു കൂട്ടം ആളുകളെ, വില്ലാളി വീരന്മാരായിരുന്ന ആളുകളായിരുന്നു. മനസ്സിലായോ? അവരെയായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞത്, ചാവേറുകൾ എന്ന് പറഞ്ഞത്. ആ ചാവേറുകൾ എന്ന് പറയുന്നത് അവിടെ നീറുകളെയാണ് അവിടെ ഉപമിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീറൊരാളെ കടിച്ചു കഴിഞ്ഞാൽ അതിനെ കൊല്ലാതെ അത് ആ ശരീരത്തിൽ നിന്ന് മാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് നീറിനെ ചാവേറുകൾ. സ്വയം ചത്തും അയാൾ അതെന്ത് ചെയ്യുന്നു, അതിനെ മറ്റു സാധനങ്ങളെ പ്രതിരോധിക്കുന്നുണ്ട് അല്ലെ, പ്രകൃതിയെ പ്രതിരോധിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവൾ ചെയ്തത് എന്ന് നോക്കാം. പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചാണോ ഇതിലൂടെ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. പുതുതലമുറയ്ക്ക് എന്താണ്, എങ്ങനെയാണ് ഈ ഒരു പാഠം പ്രകൃതിയുടെ സംരക്ഷണവുമായിട്ട് ഒത്തുചേരുന്നത്? അപ്പൊ നമുക്ക് വീണ്ടും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ട് എന്താണ്, ഇവിടെ സംരക്ഷണത്തിന്റെ ഒരു പ്രകൃതി പാഠം തന്നെയാണ് അല്ലെ. നീറുകളുടെ ഏറ്റവും വലിയ ആശ്രയം എന്താണ്, മാവുകളാണ്. അപ്പൊ മാവ് വെട്ടിപ്പോയി കഴിഞ്ഞാൽ വലിയൊരു നീറിന്റെ കുടുംബം അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് തന്നെ അറിയാം, മാവിനൊന്നും നിങ്ങൾ നിരീക്ഷിച്ച് നോക്കിക്കേ, വലിയ വലിയ ബോൾ പോലെ നീറ് കൂടുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം അവയുടെ ആ ഒരു ആശ്രയമാണത്. അപ്പോൾ സ്വയം ഒടുങ്ങിയാലോ എന്ത് ചെയ്യണം, ആ മാവിനെ സംരക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത ആർക്കുണ്ട്, നീറിനുണ്ട്. അതുപോലെ തന്നെ തറവാട്ടിൽ താമസമാക്കിയ സമയത്ത് ലേഖകൻ പണത്തിന്റെ മുട്ട് കാരണം കുറച്ച് മാങ്ങ വിൽക്കാമെന്ന് വിചാരിച്ചിരുന്നു അല്ലെ. കാരണം എന്നിട്ടാണ് ഒരുപാട് 2-3 ആളുകൾ ആ മാവിന്റെ മുകളിലേക്ക് കയറിയത്. പക്ഷേ അവിടെ ചാവേറുകളെ പോലെയുള്ള ഉറുമ്പുകൾ അവരെ അതിന്റെ മുകളിലേക്ക് കയറ്റിയില്ല. കാരണം എന്തുകൊണ്ടാണ്, വിശക്കുന്ന ആളുകൾക്ക് 1ഉം 2ഉമായിട്ട് പെറുക്കി തിന്നാനുള്ളതാണ് തന്റെ മാങ്ങ. അവിടെ കച്ചവടവൽക്കരണം വേണ്ട എന്ന് പ്രകൃതി സ്വയം
കാണിച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രകൃതി സ്വയം സംരക്ഷിക്കുന്നു അല്ലെ. നോക്കൂ, നീറുകൾ മാവിനെ സംരക്ഷിക്കുന്നു. അങ്ങനെ പ്രകൃതിയിലെ ജീവജാലങ്ങൾ പരസ്പരം സംരക്ഷണത്തിന്റെ ഒരു വലയം, സ്നേഹവലയം അവിടെ തീർക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് അതിൽ എഴുതേണ്ടത്. ഇനി കൊച്ചു ചക്രച്ചിയുടെ മാനുഷിക ഭാവങ്ങൾ സൂചന കണ്ടെത്തുക. എങ്ങനെയാണ് നമുക്ക് കൊച്ചു ചക്രച്ചി ഒരു മനുഷ്യനായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്? നോക്കാം. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിന്റെ കഥ അവൾ പറയുമായിരുന്നു അല്ലെ. കാരണം എത്രയോ തലമുറകൾ അവളുടെ കാൽച്ചുവട്ടിൽ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഥകൾ അവൾ പറയുമായിരുന്നു. പിന്നെ നീറുകൾ എന്ന ചാവേറുകളെ കൊണ്ട് മാവിൽ കയറ്റിവരെ ഓടിച്ചു. അതൊക്കെ എന്താണത്? ആ മാനുഷിക ഭാവങ്ങളാണ്. ഒന്നാമത്തെ ഭാവം നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിന്റെ കഥ പറയുമായിരുന്നു. രണ്ടാമത്തത് എന്താ മക്കളെ? നോക്കൂ, അത് നീറുകൾ അല്ലെ, അവളെ സംരക്ഷിക്കുന്ന നീറുകൾ എന്താക്കി? അതിൽ കയറുന്നവരെ ഓടിച്ചു. തുലാവർഷക്കാറ്റുകളും കാലവർഷക്കാറ്റുകളും ആ മുത്തശ്ശിയുടെ നിബിഡവും ശ്യാമളവുമായ തലമുടിയിൽ വിരലോടിച്ചു. അവിടെയും മാനുഷിക ഭാവമാണ് അല്ലെ. ഒരിക്കലും കാറ്റ് എന്താക്കിയില്ല, ആ വൃദ്ധയായ മുത്തശ്ശിയെ തള്ളിയിട്ടില്ല. അതാണ് അതിന്റെ മൂന്നാമത്തത്. അടുത്തത്, ആ കാറ്റും മഴയും കൊച്ചു ചക്രച്ചിയുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് അല്ലെ. അപ്പോൾ കൊച്ചു ചക്രച്ചിയുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോവുക. ഇത്ര മനോഹരമായിട്ടാണ് ലേഖകൻ എഴുതിയത്. ഒരു മാവ് മറിഞ്ഞു വീണു എന്ന് പറയാതെ അല്ലെ. അപ്പൊ ഇതിൽ നിന്നൊക്കെ തന്നെ എന്ത് ചെയ്യാം? ഇതൊക്കെ അതിന്റെ മാനുഷിക ഭാവമായിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി 5, 6 സ്കോർ കിട്ടുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരാൻ നോക്കാം. കൊച്ചു ചക്രച്ചി കൈവിട്ടു പോകുന്ന നന്മകളെ നിങ്ങൾ നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ആണോ? ആ നന്മകൾ എന്നാണ് വേണ്ടത്. അപ്പോൾ കൈവിട്ടു പോകുന്ന നന്മകൾ തന്നെയല്ലേ ഈ പാഠത്തിലുള്ളത്? നോക്കാം. ആമുഖം കൊടുത്തതിന്റെ ശേഷം മാവിന്റെ നന്മകൾ തിരിച്ചറിയുക. ഈ ഒരു കാലഘട്ടത്തിലുള്ള അപരിഷ്കൃത മട്ടുകൾ എന്ന് കുട്ടികൾ വിളിക്കുന്ന ആ കളികളെ കുറിച്ച് പറയുക. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? പണ്ടത്തെ പുതിയ സമാജത്തിലുള്ളവരാണ് ഇന്ന് മാവിനെ കുറിച്ച് അത്രയധികം കവിതകളും കാവ്യങ്ങളും രചിക്കുന്നവർ. അങ്ങനെ രണ്ടാമത്തെ പാരഗ്രാഫിൽ അത് കൊടുക്കാം. പിന്നെ മാങ്ങ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഉപയോഗം നമുക്ക് അല്ലെ. നമ്മുടെ ജനനം മുതൽ മരണം വരെ മാവ് നമ്മളോടൊപ്പം ഉണ്ട് അല്ലെ. മരണത്തിൽ പോലും പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? മാവ് വെട്ടി ദഹിപ്പിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതേപോലെ തന്നെ ഉണ്ണിമാങ്ങ മുതൽ അല്ലെ പഴുത്ത മാങ്ങ വരെ അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും നമ്മളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ഇത് മാവ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? മാവിനോടുള്ള അകമഴിഞ്ഞ സ്നേഹം എങ്ങനെയാണ് ആളുകൾ നോക്കുന്നത്? മാവിന്റെ ഉപയോഗം എന്തൊക്കെയാണ് അല്ലെ. പലപ്പോഴും ആളുകൾ മാവിനെ വെട്ടാൻ വന്നിരുന്നത് യുദ്ധകാലഘട്ടത്തിൽ ടെന്റ് നിർമ്മാണത്തിനും കപ്പൽ നിർമ്മാണത്തിനും തൂക്കുണ്ടാക്കാനും ഒക്കെ മാവിന്റെ തടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാവിന് എങ്ങനെയാണ് മനുഷ്യനുമായിട്ട് അത്രമേൽ ചേർന്ന് നിൽക്കുന്നത്? ഈ കാര്യങ്ങളാണ് നമ്മളതിൽ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും എസ്സേ ഏതൊക്കെ ചോദ്യങ്ങൾ വരും, ഏതൊക്കെ ഉത്തരങ്ങളാണ് അല്ലെ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഈ കൊച്ചു ചക്രച്ചിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ പഠിച്ചു. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നോട്ട് വായിച്ചു നോക്കണം. ഓക്കെ മക്കളെ? ഓക്കെ, നമസ്കാരം.